ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ശ്യാമയുടെ വീടാണ്. ശ്യാമയ്ക്ക് ശബ്ദം കിട്ടിയതിൻ്റെ അമ്പരപ്പിൽ നിൽക്കുകയാണ് ജയന്തി. ദേവകിയും വാസുദേവൻ ഇതൊക്കെ എങ്ങനെയാ നടന്നതെന്ന് ചോദിക്കുമ്പോൾ എല്ലാം പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് ശ്യാമയും അഖിലും കൂടി അവരെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. ശ്യാമയ്ക്ക് ശബ്ദം കിട്ടിയെന്നുള്ള സന്തോഷ വാർത്ത അമൃത വസുന്ധരയെ അറിയിക്കുമ്പോൾ വസുന്ധര സന്തോഷത്തോടെ നിൽക്കുകയാണ്. അതേസമയം അങ്ങോട്ടേക്ക് വരുന്ന ഐശ്വര്യ പറയുകയാണ്, അതെങ്ങനെ സംഭവിക്കും? അതൊന്നും നടക്കാനേ പോകുന്നില്ല. അമൃതടത്തിയെ ആരോ വിളിച്ച് തെറ്റിദ്ധരിപ്പിച്ചതാ. എൻ്റെ ഐശ്വര്യയെ, നീ ഇത് കേൾക്കാൻ ആഗ്രഹിച്ച വാർത്തയല്ലെന്ന് എനിക്കറിയാം. എന്നാലേ ഞാൻ പറഞ്ഞത് സത്യം തന്നെയാ എന്ന് പറഞ്ഞ് അമൃത വസുന്ധരയും കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് അഖിലിനെയും ശ്യാമയുമാണ്. അഖില് അരുന്ധതിയെ വിളിക്കുകയാണ്. അരുന്ധതി മേഡം, മേഡത്തിൻ്റെ മോള് വിസ്മയ്ക്ക് വേണ്ടി പാടുന്നത് ശ്യാമയാണെന്നുള്ള കാര്യം എനിക്കറിയാം. മേഡം കഴിഞ്ഞ ദിവസം വീട്ടിൽ വന്നപ്പോൾ എന്തോ മറുമരുന്നിൻ്റെ കാര്യം പറഞ്ഞില്ലേ? ശ്യാമയുടെ ശബ്ദം തിരികെ കിട്ടാൻ വേണ്ടി ഞങ്ങൾക്ക് ആ മരുന്ന് വേണം. മേഡം പറയുന്ന കരാറിൽ എവിടെ വേണമെങ്കിലും ശ്യാമ ഒപ്പിട്ട് തരും. ഇത് കേൾക്കുന്ന അരുന്ധതി പറയുകയാണ്, ഞാൻ വന്നപ്പോൾ അങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ അവൾ പറഞ്ഞത്. അതെല്ലാം ശ്യാമയുടെ അവിവേകമായി കണ്ട് മേഡം ക്ഷമിക്കണമെന്ന് അഖിൽ പറയുന്നു. എങ്കിൽ ശരി, നമുക്ക് നാളെ തന്നെ കാണാമെന്ന് അരുന്ധതി പറയുമ്പോൾ ശ്യാമയും കൂട്ടിക്കൊണ്ട് ഞാൻ വരാമെന്ന് അഖിലും പറയുന്നു. പിന്നീട് കാണിക്കുന്നത് അഖിലും ശ്യാമയും അരുന്ധതിയെ കാണാനായി ചെല്ലുന്നതാണ്. ശ്യാമയുടെ ഭാഗത്തുനിന്നുണ്ടായ തെറ്റുകൾക്ക് ഞാൻ മാപ്പ് ചോദിക്കുന്നെന്ന് അഖിൽ പറയുമ്പോൾ അരുന്ധതി പറയുകയാണ്, അഖില് മാപ്പ് ചോദിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഈ ശ്യാമയുണ്ടല്ലോ, ഇവള് തന്നെ മാപ്പ് പറയണം. അഖിലിന് എല്ലാ കാര്യവും അറിയാമായിരുന്നല്ലേ? ശ്യാമ ഗായികയാണെന്ന് അഖിലിന് നേരത്തെ തന്നെ അറിയാമായിരുന്നല്ലേ എന്ന് അരുന്ധതി ചോദിക്കുമ്പോൾ അതെല്ലാം ഞാൻ ഈ അടുത്ത കാലത്താണ് അറിഞ്ഞതെന്നും മേഡവും ശ്യാമയുടെ വീട്ടുകാരും തമ്മിലുണ്ടാക്കിയ കരാറിന്റെ കാര്യവും ഞാൻ അറിഞ്ഞെന്ന് അഖിൽ പറയുന്നു. തുടർന്ന് അരുന്ധതി പറയുകയാണ്, ഇവളുടെ അന്നത്തെ പ്രകടനം അഖിലൊന്ന് കാണേണ്ടതായിരുന്നു. എൻ്റെ കഴുത്തിന് പിടിച്ച് ഞെക്കിയിട്ട് ഇവളെന്നോട് പുറത്തു പോകാൻ പറഞ്ഞു. ഇത് കേൾക്കുന്ന അഖില് ശ്യാമയ്ക്ക് നേരെ ദേഷ്യപ്പെടുകയാണ്. ആരോട് എങ്ങനെ പെരുമാറണമെന്ന് നിനക്കറിയില്ലല്ലേ? അന്ന് ഈ മേഡം പറഞ്ഞതെല്ലാം അനുസരിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഇവിടെ വന്ന് നിൽക്കേണ്ടി വരുമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അഖില് ശ്യാമയെ തല്ലാനൊരുങ്ങുമ്പോൾ അരുന്ധതി പറയുകയാണ്, മതി, തല്ലും ബഹളവും ഒന്നും വേണ്ട. അങ്ങനെ ശ്യാമ കൈകൂപ്പി അരുന്ധതിയോട് മാപ്പ് പറയുമ്പോൾ അരുന്ധതി പറയുകയാണ്, അന്ന് വിസ്മയെ വിവാഹം ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ കഷ്ടപ്പെടേണ്ട ആവശ്യം വരില്ലായിരുന്നല്ലോ. ചില മാരണങ്ങൾ വന്ന് തലേ കയറുമെന്ന് പറയുമല്ലോ മേഡം, അങ്ങനെ വന്ന് കയറിയതായത്. അതൊക്കെ പോട്ടെ മേഡം, അന്ന് മേഡം പറഞ്ഞ മറുമരുന്ന് അതെപ്പോൾ തരുമെന്ന് അഖില് ചോദിക്കുമ്പോൾ തൻ്റെ ബാഗിൽ നിന്നും മുദ്രപത്രം എടുക്കുകയാണ് അരുന്ധതി. ഈ മുദ്രപത്രത്തിൽ ഇവൾ ഒപ്പിടുമ്പോൾ അപ്പോൾ തന്നെ തരാം മറുമരുന്ന്. ഇതിലൊന്നും എഴുതിയിട്ടില്ലല്ലോ എന്ന് അഖില് ചോദിക്കുമ്പോൾ അതൊക്കെ എനിക്ക് എൻ്റെ വക്കീലുമായിട്ട് ആലോചിച്ച് വേണം എഴുതാൻ. ഇപ്പോൾ നിങ്ങൾ ഒപ്പിട്ടാൽ മാത്രം മതി. മേഡം, ഒരു സംശയം, ശ്യാമയുടെ ശബ്ദം എങ്ങനെയാ പോയത്? അതൊന്നും നിങ്ങൾ അറിയേണ്ട ഒരു ആവശ്യവുമില്ല. നിങ്ങൾ ഒപ്പിട്ടതിന് ശേഷം ഞാൻ മറുമരുന്ന് തരും, അത്ര തന്നെ. അങ്ങനെ അരുന്ധതി പേന കൊടുക്കുമ്പോൾ അഖില് മുദ്രപത്രം ശ്യാമയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. തുടർന്ന് ശ്യാമ അരുന്ധതിയോട് ചോദിക്കുകയാണ്, മേഡം, പേരെഴുതി ഒപ്പിടണോ അതോ ഒപ്പ് മാത്രം ഇട്ടാൽ മതിയോ? പേരെഴുതി ഒപ്പിടണം, അരുന്ധതി പറയുകയാണ്. പെട്ടെന്ന് അരുന്ധതി ഒരു ഞെട്ടലോടെ ചോദിക്കുകയാണ്, നീ സംസാരിച്ചോ? അയ്യോ മേഡം, ശ്യാമ സംസാരിച്ചിട്ടൊന്നുമില്ല. മേഡത്തെ കളിയാക്കുന്നത് പോലെ അഭിനയിക്കുന്നതാ. നീ എന്നെ പറ്റിക്കുകയായിരുന്നല്ലേ എന്ന് അരുന്ധതി ചോദിക്കുമ്പോൾ അഖില് പറയുകയാണ്, അതെ അരുന്ധതി കൊച്ചമ്മയെ, ഞങ്ങളൊന്ന് പറ്റിക്കുകയായിരുന്നു. ഇത്രയും പറഞ്ഞ് മുദ്രപത്രം വലിച്ചു കീറുകയാണ് അഖില്. ഇതോടെ എല്ലാം അവസാനിച്ചോണം. ഇപ്പോൾ മറുമരുന്ന് വേണ്ടത് നിങ്ങൾക്കാണ്. നിങ്ങളല്ലേ ഞെട്ടിവിറച്ച് നിൽക്കുന്നത്. ഇതിന്റെ പിന്നാലെ വരരുതെന്ന് പറഞ്ഞ് അഖില് ശ്യാമയോട് പറയുകയാണ്, അതങ്ങ് കൊടുത്തേക്ക്. അങ്ങനെ ശ്യാമ അരുന്ധതിയുടെ അടുത്തേക്ക് ചെന്ന് നിന്ന് അരുന്ധതിയുടെ മുഖമടക്കി ഒന്ന് കൊടുക്കുകയാണ്. ഒരു കാര്യം കൂടി, വിസ്മയ എന്ന ഗായിക അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ശ്യാമ ഇനി അവൾക്ക് വേണ്ടിയേ പാടൂ. കൃഷ്ണതുളസി എന്ന പേര് പതിയെ മാറ്റി ഞങ്ങള് ശ്യാമയെന്നാക്കുകയും ചെയ്യും. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കയറി വന്നാൽ നിങ്ങളെ തല്ലിക്കൊല്ലുമെന്ന് അഖില് ഒരു താക്കീത് പോലെ പറയുമ്പോൾ അവിടെ നിന്ന് പേടിയോടെ പോവുകയാണ് അരുന്ധതി. പിന്നീട് കാണിക്കുന്നത് അരുന്ധതി ജഗനോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നതാണ്. അവൻ എനിക്കെതിരെ നീങ്ങുമെന്നാ എനിക്ക് തോന്നുന്നത്. അതിനെക്കുറിച്ചോർത്ത് എനിക്ക് പേടിയാകുന്നെന്ന് അരുന്ധതി പറയുമ്പോൾ നമുക്കിനി അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കേണ്ടിയിരിക്കുന്നെന്ന് ജഗനും പറയുന്നു. ഇത് കാണിക്കുന്നത് അഖില് സൺഷൈൻ കമ്പനിയുടെ മാനേജറെ വിളിച്ച് പറഞ്ഞതുപോലെ തന്നെ കൃഷ്ണതുളസിയുടെ ആൽബം അടുത്ത് തന്നെ റിലീസ് ചെയ്യുമെന്നും കൃഷ്ണതുളസി തിരിച്ചു കിട്ടിയെന്നും പറയുന്നതാണ്. ഇത് കേൾക്കുന്ന മാനേജർക്കും സന്തോഷമാകുന്നു. അഖില് ശ്യാമയെ കൊണ്ടും സംസാരിപ്പിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ ആൽബം റിലീസ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അയാള് ഫോൺ കട്ട് ചെയ്യുമ്പോൾ ശ്യാമ പറയുകയാണ്, ഇപ്പോൾ എനിക്ക് സന്തോഷം കൊണ്ട് ഇവിടെ നിന്ന് കൂവാനാ തോന്നുന്നത്. അതിനെന്താടോ, താൻ കൂവിക്കോ എന്ന് അഖില് പറയുമ്പോൾ അവിടെ നിന്ന് കൂവുകയാണ് ശ്യാമ. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.